രാഹുൽ മാക്കൂട്ടത്തെ കുഴിയിലേക്ക് വീഴിക്കാനായിട്ട് ആദ്യമായിട്ട് ഈ പൊതുസമൂഹത്തിൽ രംഗപ്രവേശനം ചെയ്തത് ഒരു നടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു യുവതിയാണ്. അവർ നടിയാണെന്നൊക്കെ ഉള്ളത് അതിന് ശേഷമാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ആ വ്യക്തിയെ തേജോവധം ചെയ്യാനായിട്ട് രംഗപ്രവേശനം ചെയ്തപ്പോൾ മാത്രമാണ് അവർ നടിയാണ്, ഒരു ആക്ടിവിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു സാമൂഹ്യ പൊതുപ്രവർത്തകയൊക്കെ ആണെന്നുള്ളത് അവരിലൂടെ തന്നെ പൊതുസമൂഹം അറിഞ്ഞത്. അതിനു മുമ്പ് അവർ അത്തരം മേഖലകളിലൊന്നും പ്രവർത്തിച്ച് ആരും കണ്ടതായിട്ടോ ആർക്കോ അത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരിചയമുള്ളതായിട്ടോ ഒന്നും ആരും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. എന്തായാലും ആ സംഭവങ്ങൾക്ക് ശേഷമാണ് അവരിങ്ങനെ കുറേ എന്തൊക്കെയോ ഉദ്ഘാടനങ്ങൾ, മാങ്ങ സ്റ്റാളുകളും അതുപോലെ ചക്ക സ്റ്റാളുകൾ, തേങ്ങ സ്റ്റാളുകൾ, ഇതൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ LKG പഠിക്കുന്ന കുട്ടികളുടെ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് അവരിങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ ഏത് ഉടുപ്പിട്ടോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് ആ ഒരു സ്ത്രീ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞിരുന്നില്ലെങ്കിൽ പോലും അവർ വളരെ കൃത്യമായിട്ടും അത് രാഹുൽ മാക്കൂട്ടം തന്നെയാണ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടും ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. അതായത് രാഹുൽ മാക്കൂട്ടം ഭയങ്കര സ്ത്രീ വിഷയത്തിനകത്ത് ഭയങ്കര പ്രശ്നക്കാരനാണ്, സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നവനാണ്, അതുപോലെ തന്നെ പല രീതിയിലും ഗർഭചിത്രം നടത്തുന്നു, ഭയങ്കരമായിട്ട് സ്ത്രീകളെ ഹറാസ് ചെയ്യുന്ന ഒരു വളരെ മോശപ്പെട്ട, സ്ത്രീകളുടെ ഇടയിൽ വളരെ മോശപ്പെട്ട ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ യാതൊരു യോഗ്യതയും ഉള്ളയാളല്ല. അയാൾ ഈ അടുത്തിടെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നയാളാണ്. ഹൂ കെയേഴ്സ് എന്നറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ട് രാഹുൽ മാക്കൂട്ടം തന്നെയാണ് എന്ന് കൃത്യമായിട്ട് അവർ അതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് രംഗപ്രവേശനം ചെയ്തത്. ഇവനെ കയ്യിലിട്ട് മുറിച്ച് അപ്പോൾ ആ സന്ദർഭത്തിൽ അവിടെ പൊതുവായിട്ട് ഈ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു, മേഡത്തിന് ഈ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയിൽ നിന്നും എന്തെങ്കിലും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞാൻ പരിചയപ്പെട്ട 24 മണിക്കൂറിനുള്ളിൽ തന്നെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള അപ്രോച്ച്മെൻറ്റ്, അതായത് മെസ്സേജുകളും ആ രീതിയിലുള്ള അല്ലെങ്കിൽ ദ്വയാർത്ഥത്തിലുള്ള ഒരു സംഭാഷണങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഞാൻ ആ വ്യക്തിയായിട്ടുള്ള കോണ്ടാക്റ്റ് അവസാനിപ്പിച്ചു. എനിക്ക് വ്യക്തിപരമായിട്ടും മറ്റു ഫിസിക്കലായിട്ട് യാതൊരുവിധ ആക്രമണങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് പരാതിയില്ല. അതുപോലെ തന്നെ മറ്റു പരാതികളിൽ ഞാൻ വിറ്റ്നസ്സും അല്ല. പക്ഷേ ഈ വ്യക്തിയെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാം. കാരണം എൻ്റെ പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ സഹോദരിമാരും ഇതിന് ഇരയായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ രംഗപ്രവേശനം നടത്തി ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ടും അവരന്ന് പറയുകയുണ്ടായി. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇത് അടുത്തിടെ ഒരു വിഷയം ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ്സിലെ തന്നെ വളരെ ഉന്നതമായിട്ടുള്ള ഒരു നേതാവും അതുപോലെ തന്നെ വളരെ സിൻസിയറായിട്ട്, അതായത് രാഷ്ട്രീയം എന്താണ്, സാമൂഹ്യ പ്രതിബദ്ധത എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന, ആ രീതിയിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വനിതാ നേതാവ്, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ശ്രീനാദേവി കുഞ്ഞമ്മ, അവർ വളരെ കൃത്യമായിട്ടും ഈ യുവനടി എന്നറിയപ്പെടുന്ന ആ സ്ത്രീയുടെ ഇടപെടലിനെ പറ്റി വളരെ കൃത്യമായിട്ട് എവിഡൻസോടുകൂടി, നല്ല ബോധ്യത്തോടുകൂടി അവർ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രാഹുൽ മാക്കൂട്ടമായിട്ട് ഇവർ പരിചയപ്പെട്ടതിന് ശേഷം ഈ രാഹുൽ മാക്കൂട്ടത്തെ പറ്റി ഇത്രയും മോശമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കൂടെ ആ പരിചയപ്പെട്ട കാലം മുതൽ ഇവർ പല പ്രാവശ്യവും രാഹുൽ മാക്കൂട്ടമായിട്ട് ഇവർ വീഡിയോ കോളിൽ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നെന്നും ഓഡിയോ കോളിൽ സംസാരിക്കാനായിട്ട് ശ്രമിച്ചിരുന്നെന്നും അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് രാത്രി സമയങ്ങളിൽ, പ്രത്യേകിച്ച് പാതിരാത്രി കഴിയുന്ന സമയങ്ങളിൽ സീക്രട്ടായിട്ട് ചാറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്ന കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ആ സ്ത്രീക്ക് രാഹുൽ മാക്കൂട്ടത്തോട് അമിതമായ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നോ എന്നോ, അതല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തെ ഹണി ട്രാപ്പിൽ ഉൾപ്പെടുത്താനായിട്ട് ആ യുവനടി ശ്രമിച്ചിരുന്നു എന്നോ, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ രാഹുൽ മാക്കൂട്ടത്തെ ദുഷിച്ച രീതിയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നോ ആണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതിൽ വീഴാതെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ
ഒരു വൈരാഗ്യം, അതുപോലെ തന്നെ നാടൻ ഭാഷയെ പറഞ്ഞാൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറഞ്ഞതുപോലുള്ള ഒരു ധാർമ്മിക രോഷത്തിൽ നിന്നും ആണോ ഈ രാഹുൽ മാക്കൂട്ടത്തെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള കോക്കസിൻ്റെ ഭാഗമായിട്ട് ആ യുവനടി ആ സമയത്ത് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ വെളിപ്പെടുത്തിയിട്ട് അതിനെപ്പറ്റി ഈ നിമിഷം വരെയും ആ യുവനടിക്ക് വേണ്ടിയിട്ട് അന്ന് ഒപ്പം നിന്നിരുന്ന ഒരൊറ്റ വ്യക്തികളോ ഒരൊറ്റ പ്രസ്ഥാനങ്ങളോ ആരും ഇതുവരെയും അതിനെ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ അവരാ രീതിയിൽ അങ്ങനെ ഒരു പാതിരാത്രി ചാറ്റ് നടത്തിയിട്ടില്ല എന്ന് പറയാനായിട്ടോ ഈ നിമിഷം വരെയും ആരും തയ്യാറായിട്ടില്ല. നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ യുവതി അത്തരം ഒരു വിഷയങ്ങൾ ആയിട്ട് അന്ന് രംഗത്ത് വന്നതിന് ശേഷം ആ യുവതി തന്നെ വേറെ 1-2 വീഡിയോയിൽ, അതായത് 1-2 സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂവിൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ അതിനു മുമ്പ് രാഹുൽ മാക്കൂട്ട വിഷയം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ എന്നോട് വളരെയധികം സുഹൃത്തുക്കൾ വളരെ പ്രേമസല്ലാപങ്ങൾ നടത്താറുണ്ടായിരുന്നു. പൊന്നെ, മുത്ത്, ചക്കര, നിനക്ക് സുഖമാണോ, അതുപോലെ തന്നെ നീ എന്തെടുക്കുന്നു, നീ കഴിച്ചോ, നിൻ്റെ ചിരി കാണാൻ നല്ല രസമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അനേകം മെസ്സേജുകളൊക്കെ വിടാറുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അത്തരം മെസ്സേജുകളൊക്കെ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അത് ഇപ്പോഴും സോഷ്യൽ മീഡിയ കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ തന്നെ ആ യുവനടിയുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് സാമാന്യ ബോധമുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതിനുശേഷം ആ യുവനടി തന്നെ മറ്റൊരു ഓൺലൈൻ ചാനലിൽ വേറൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഈ 3ാം പീഡന പരാതിക്ക് ശേഷമാണ് ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. അതായത് രാഹുൽ മാക്കൂട്ടത്തിന് എതിരെ വന്ന 3ാം പീഡന പരാതി നമുക്കറിയാം. ആ പരാതിക്കാർ തന്നെ വിദേശത്തായിരുന്ന പരാതിക്കാർ ഇവിടെ തിരുവല്ലയിൽ വന്ന് ഹോട്ടലിൽ റൂം എടുത്ത് രാഹുൽ മാക്കൂട്ടത്തിനെ അങ്ങോട്ട് ക്ഷണിച്ച് രാഹുൽ മാക്കൂട്ട ആ ഹോട്ടലിൽ ചെന്ന് അവരുമായിട്ട് സന്ധി ചെയ്തിരുന്നു എന്നുള്ള മൊഴി തന്നെ വളരെ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ യുവനടി പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവതികൾ അല്ലെങ്കിൽ സ്ത്രീകൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആൺ സുഹൃത്തുമൊക്കെ ആയിട്ട് സന്ധിക്കണം എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു സ്വകാര്യമായ ഒരു സ്ഥലത്ത് വെച്ച്, പ്രത്യേകിച്ച് ഹോട്ടൽ മുറികൾ പോലെയുള്ള വളരെ സ്വകാര്യമായ സ്ഥലങ്ങളിൽ വെച്ച് ഒന്ന് പ്രേമസല്ലാപങ്ങൾ നടത്താനോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് തൊടാനോ തലോടാനോ അതുമല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യാനോ അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കെട്ടിപ്പിടിക്കാനോ ഇത്തരം കാര്യങ്ങളിൽ വരെയൊക്കെ സ്ത്രീകൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പുറം കടന്ന് രാഹുൽ മാക്കൂട്ടൻ ചെയ്തതാണ് ക്രൂരമായി പോയത് എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് അവരുടേതായ രീതിക്കൊന്ന് വിശദീകരിക്കുകയുണ്ടായി. അപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ പറയുന്ന ഒരു സ്ത്രീയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക. റൂമെടുത്ത് കെട്ടിപ്പിടിച്ചാലും കുഴപ്പമില്ല, റൂമെടുത്ത് അതിലിരുന്ന് ഉമ്മ വെച്ചാലും കുഴപ്പമില്ല, ചെറിയ രീതിയിലുള്ള പരിപാടികൾക്കൊന്നും കുഴപ്പമില്ല, ചെറിയ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങൾ, കെട്ടിപ്പിടിക്കൽ, ഉമ്മ വെക്കൽ, അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതല്ല, ദാണ്ട ഈ ചേച്ചി പറഞ്ഞതാണ്, നിങ്ങൾ കേക്ക്. അതായത് ഇപ്പോ രണ്ടുപേര് തമ്മിൽ ഒരു മുറിയിൽ കാണാമെന്ന് തീരുമാനിക്കുന്നു. പെൺകുട്ടി ചിലപ്പോൾ കുറച്ചു നേരം വർത്താനം പറഞ്ഞ് ഇരിക്കാനോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി പ്രകടനം, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതെനിക്ക് ലൈക്ക് ചെറിയ രീതിയിൽ ഒരു കിസ്സിങ്ങോ ഹഗിങ്ങോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു സ്ത്രീ വരുന്നത്. അതായത് ആദ്യമേ തന്നെയുള്ള ഒരു കാര്യം നമ്മൾ നോക്കണം, രാഹുൽ മാക്കൂട്ടം വളരെ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയും രാഹുൽ മാക്കൂട്ടമായിട്ട് അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ട്. പക്ഷെ പരിചയപ്പെട്ട ആ ഒരു ദിവസം തന്നെ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്വഭാവം വ്യക്തമായതുകൊണ്ട് പിന്നെ യാതൊരുവിധ കോണ്ടാക്റ്റുമില്ല, ഫിസിക്കലായിട്ട് യാതൊരുവിധ ഉപദ്രവങ്ങളും ഉണ്ടായിട്ടുമില്ല, അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ല, ഞാനത് നോക്കി നിന്നിരുന്നു എന്ന് പറഞ്ഞ സ്ത്രീ ആ പരിചയപ്പെട്ടിരുന്നതിന് ശേഷം പിന്നീട് പല സന്ദർഭങ്ങളിലും രാഹുൽ മാക്കൂട്ടത്തെ വീഡിയോ കോളിലോ ഓഡിയോ കോളിലോ വിളിക്കാനായിട്ട് ബന്ധപ്പെടുകയും വിളിക്കുകയും അതോടൊപ്പം തന്നെ പാതിരാത്രി സമയത്ത് സീക്രട്ട് ചാറ്റിന് വരണം എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയും ചെയ്ത ആ സ്ത്രീ തന്നെയാണ് പിന്നീട് ഇത്തരം സ്വഭാവ വിശദീകരണം കൂടെ നൽകുമ്പോൾ ആ സ്ത്രീയുടെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്നൊന്ന് ആലോചിക്കുക. റൂം എടുത്ത് കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഡിങ്കോൾ ഫീസ് ഉടാൽഫിക്കകത്ത് കടന്നു കഴിഞ്ഞാൽ മാത്രമേ കുഴപ്പമുള്ളൂ. എന്റെ പൊന്നാര ചേച്ചി,
ഈ ലോക ചരിത്രത്തിൽ ഇന്നുവരെ ആരും റൂം എടുത്തിട്ട് ആരും പോയിരുന്നു കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനായിട്ടും ആരും ഇതുവരെ റൂം എടുത്തൊരു ചരിത്രമില്ല. റൂം എടുത്തു കഴിഞ്ഞാൽ ആദ്യം കെട്ടിപ്പിടി ഉമ്മ വെക്കൽ, പിന്നാണ് കട്ടില് പണിതാൽ തൊട്ടില് റെഡി. അല്ലാതെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വെക്കാനായിട്ട് ആരും എന്തായാലും റൂം എടുക്കില്ല. അങ്ങനെ പോകുന്ന അത്രയും പതിവ്രതമാരായിട്ടുള്ള സ്ത്രീകൾ ആരാണ്? റൂം എടുത്തിട്ട് ഒരാൾ വിളിക്കുക, വായോ ഞാൻ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും മാത്രമേ ഉള്ളൂ, അത് വിശ്വസിച്ച് കെട്ടിപ്പിടിക്കുക ഉമ്മ വെക്കാന്ന് പറഞ്ഞിട്ട് മാത്രം പോകുന്ന പെണ്ണ്. അത് 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 ചേച്ചിനെ പോലെയുള്ള ചില വെറൈറ്റി പെണ്ണുകളായിരിക്കേ. ഒരു വണ്ടി, ഒരു കാർ ഓടിക്കുമ്പോൾ നമ്മൾ ആദ്യം അത് കാറിൽ കയറി താക്കോൽ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇട്ട് വണ്ടി മുമ്പോട്ടെടുക്കും. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ഗിയർ, പിന്നെ തേർഡ് ഗിയർ ഇടും, ഫോർത്ത് ഗിയർ ഇടും, പിന്നാണ് ടോപ്പ് ഗിയർ ഇടുന്നത്, 5ാമത്തെ ഗിയർ. അതും ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ വാഹനം ഡ്രൈവ് ചെയ്യുന്ന പൂർണ്ണതയിൽ എത്തത്തുള്ളൂ. അല്ലാതെ ചരിത്രത്തിൽ ഇന്നുവരെ ആരും കാറിലോട്ട് കയറി താക്കോൽ അങ്ങോട്ട് ഓണാക്കി സ്റ്റാർട്ടാക്കിയിട്ട് എന്നാ പിടിച്ചോ 5ാമത്തെ ഗിയർ ഇട്ടുകൊണ്ട് അങ്ങോട്ട് വണ്ടി ഓടി ഇന്ന് വരെ ചരിത്രത്തിൽ അത് നടന്നിട്ടില്ല. അത് മനസ്സിലാക്കും. അപ്പോ റൂം എടുത്ത് പിന്നെ കെട്ടിപ്പിടിക്കാനും നോക്കാനും മാത്രമായിട്ട് ആ റൂം എടുത്തിട്ട് ആൾ വിളിക്കുമെന്ന് പറഞ്ഞാൽ ചെന്ന് കയറി കൊടുക്കുമെന്ന് പറഞ്ഞില്ല. അതിലും ഭേദം നീയൊക്കെ റൂമിലല്ല, നീയൊക്കെ പോയി വല്ല മുള്ളുമുരിക്കലും കയറിയിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പൊതുസമൂഹം ഒന്ന് വിലയിരുത്തുക. നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ആ സംഭവത്തിന് ശേഷം രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും, പ്രത്യേകിച്ച് ഓരോ പീഡന പരാതികൾ വരുമ്പോൾ പോലും അതിനെ വിശദീകരിക്കാനും രാഹുൽ മാക്കൂട്ടത്തെ വളരെ ഒരു നികൃഷ്ട ജീവിയെ പോലെ ചിത്രീകരിച്ച് അവരുടേതായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം അവർ വളരെ വിദഗ്ധയായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു നടി ഇപ്പോൾ ഈ ഒരു വിഷയം, അതായത് അവരുടെ ആ പാതിരാ ചാറ്റിങ്ങിൻ്റെ വിവരം പുറത്തു വന്നതിന് ശേഷം യാതൊരു അക്ഷരവും ഈ നിമിഷം വരെ മിണ്ടിയിട്ടില്ല. ഈ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അവരെ വിളിച്ച് ചോദിച്ചിട്ടില്ല, ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടില്ല, ഒരു ബൈറ്റ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഓൺലൈൻ മാധ്യമങ്ങളും അത്തരം കാര്യങ്ങൾ ചോദിച്ചതായിട്ട് ഇതുവരെയും രംഗത്തേക്ക് വന്നിട്ടില്ല. നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യത്തിനകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർക്ക് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. കാരണം അവരെ ആദ്യത്തെ അവരുടെ ആ ഒരു വെളിപ്പെടുത്തലിൽ തന്നെ അവർ കൃത്യമായിട്ട് അവർ ഈ പൊതുസമൂഹത്തിലേക്ക് നൽകിയ ഒരു മെസ്സേജുണ്ട്. വി ഡി സതീശൻ എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് എന്നുള്ളൊരു നിലയ്ക്കും എനിക്ക് പിതൃതുല്യനാണ് എന്നുള്ള നിലയ്ക്കും എനിക്ക് എൻ്റെ വളരെ വാത്സല്യത്തോടു കൂടി ഉള്ള ഒരു രീതിയിലാണ് അവരത് പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചത്. ഓക്കെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. അത് വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പൊതുസമൂഹത്തിൽ നിൽപ്പുണ്ട്. അതായത് എനിക്ക് എൻ്റെ മകളെപ്പോലെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും നിങ്ങൾ മകളെപ്പോലെയും അച്ഛനെപ്പോലെ ഒക്കെ ആയിരിക്കാം, അല്ല സുഹൃത്തുക്കളെ പോലെ ആയിരിക്കാം. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ വായിൽ വെച്ച് കൊടുത്ത വീഡിയോസൊക്കെ ഇവിടെ പുറത്തും വന്നിട്ടുണ്ട്. ഇവിടെ പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത്, അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതായത് ആ സ്ത്രീയുടെ ഇത്രയും സ്വഭാവ വിശേഷങ്ങൾ ഇവിടെ വളരെ കൃത്യമായിട്ടും ഈ പൊതുസമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കെ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തന്നെ ഉന്നതയായിട്ടുള്ള ഒരു വനിതാ നേതാവ്, ഞാൻ പേരെടുത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ കുമാരി ശ്രീനാദേവി കുഞ്ഞമ്മ വളരെ കൃത്യമായിട്ടും വെളിപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട്, ഒന്നെങ്കിൽ ആ സിനിമാ നടി എന്ന ലെവലിൽ അറിയപ്പെട്ട ആ സ്ത്രീയോട് വളരെ കൃത്യമായിട്ടും ഇതിൻ്റെ ഒരു വിശദീകരണം പറയണം, അല്ലെങ്കിൽ അത് വെളിപ്പെടുത്തിക്കണം. അതല്ലെങ്കിൽ ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ്, ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിൻ്റെ ഒരു നേതാവ് മാത്രമല്ല. നമുക്കറിയാം, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി എങ്കിൽ പോലും ഇവിടെ അദ്ദേഹം CPM-ൻ്റെയോ അല്ലെ LDF-ൻ്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, ഇവിടെ കേരള ജനതയുടെ മൊത്തം മുഖ്യമന്ത്രിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ വി ഡി സതീശൻ എന്ന വ്യക്തി കോൺഗ്രസിൻ്റെ ഒരു നേതാവ് മാത്രമല്ല, കേരളത്തിൻ്റെ മൊത്തം പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനകത്ത്, കാരണം താങ്കളുടെ തണലിൽ നിന്നുകൊണ്ടാണ് ആ യുവനടി എന്ന ലേബലിൽ അറിയപ്പെടുന്ന ആ സ്ത്രീ ഇത്രയും വൃത്തികെട്ട രീതിയിലുള്ള അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം ഇത് വളരെ വ്യക്തമായിട്ട് അവരുടെ 2 ഇൻ്റർവ്യൂവിലും അതിനുശേഷം വന്നിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം കൂടി വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീമൊട്ടയുടെ, ഇപ്പം നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചീമൊട്ടയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കറിയാം, നല്ല മുട്ടയുടെ കൂട്ടത്തിൽ ചീമൊട്ട കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പുറമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നല്ല മുട്ടയെക്കാളും വളരെ നല്ല മുട്ടയാണെന്ന് പുറമേ നിന്ന് തന്നെ നമുക്ക് തോന്നിക്കുമെങ്കിൽ പോലും കൂടെ അതിൻ്റെ തോട് ഒരല്പം പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിസരത്ത് പോലും നിൽക്കാൻ പറ്റില്ല. ഏകദേശം ആ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ യുവനടി എന്ന ലെവലിൽ അറിയപ്പെട്ട് ഈ രംഗത്ത് വന്ന ഈ സ്ത്രീ എന്നുള്ളത് ഇപ്പോൾ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ രാഹുൽ മാക്കൂട്ടം കോൺഗ്രസ്സുകാരനല്ല, അല്ലെ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കി സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും കോൺഗ്രസിൻ്റെ UDFൻ്റെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കി എങ്കിൽ പോലും കൂടെ പുറത്താക്കുന്നത് വരെയും ആ വ്യക്തി കോൺഗ്രസ്സുകാരനായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു കോൺഗ്രസ്സുകാർക്കും തർക്കമില്ല, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനും തർക്കമുള്ള ഒരു കാര്യമല്ല. നമുക്കറിയാം രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിക്കുള്ള ജനപ്രീതി ഇതിനു മുമ്പാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും കൂടെ ആ ഒരു വ്യക്തിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നിസ്സാര ഭൂരിപക്ഷമായിരുന്നില്ല. കാരണം അതിന് തൊട്ടു മുമ്പ് ഏറ്റവും യുവ നേതാവായി പാലക്കാട് ജയിച്ചു വന്നിരുന്ന ഷാഫി പറമ്പിലിന് കിട്ടിയിരുന്ന ഭൂരിപക്ഷം 3859 ആയിരുന്നെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിന് വന്ന ആ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാക്കൂട്ടത്തിന് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന് കിട്ടിയതിൻ്റെ ഏകദേശം 4 ഇരട്ടി ഭൂരിപക്ഷം, അതായത് 18,840 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാക്കൂട്ടം ജയിച്ചു വന്നത്. അപ്പോൾ അത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ആ ഒരു വ്യക്തിക്ക് ഉള്ള ജനപിന്തുണ കൂടി നമ്മൾ മാനിക്കേണ്ടതുണ്ട്. ആ വ്യക്തി ഇവിടുത്തെ ഒരു പൗരനാണ്, ഇപ്പം നിലവിൽ ഇവിടുത്തെ ഒരു MLA ആണ്. അപ്പോൾ ആ വ്യക്തിയെ ഇതേ രീതിയിൽ തേജോവധം ചെയ്യാനായിട്ട് ഒരു സ്ത്രീ, അതും ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ തണലിൽ അവർ രംഗപ്രവേശനം ചെയ്തുവെങ്കിൽ അതിന് മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്വമുണ്ട്, ബാധ്യതയുണ്ട്. മറ്റൊരു കാര്യം കൂടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ഇവിടെ ആർക്കും ഒരു ശത്രുക്കൾക്ക് പോലും ഒരു തർക്കം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ്സിലുള്ള ഒരു പ്രവർത്തകനും കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഒരു തർക്കവും ഇല്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏറ്റ ശേഷം ഇവിടെ നടന്നിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ്സിനും UDFനും അതിശക്തമായ ഭൂരിപക്ഷങ്ങളും വിജയങ്ങളും സമ്മാനിച്ചിട്ടുള്ളതിൻ്റെ പിന്നിൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം തന്നെ എന്ന വണ്ണം അതിശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാക്കൂട്ടം. ആ കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇനി ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും MLA സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് വടകരയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ വടകര എന്ന് പറയുന്ന CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ മണ്ഡലത്തിൽ, അതും CPMന് ഈ ഇന്ന് കേരളത്തിൽ കാഴ്ചവെക്കാൻ പറ്റിയ ഏറ്റവും പേരെടുത്തു നിന്ന സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ എന്ന് ആ ഒരു നാമം തന്നെ CPMനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും പൊതുവെ ജനസമൂഹത്തിൻ്റെ ഇടയിലും ഏറ്റവും കൂടുതൽ പേരുണ്ടായിരുന്ന KK ശൈലജ ടീച്ചറിനെ വമ്പൻ അട്ടിമറിയിലൂടെ തോൽപ്പിക്കുമ്പോൾ ആ വടകര മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം വഹിച്ചിരുന്നത് ഈ ഷാഫി പറമ്പലിന് വേണ്ടിയിട്ട് രാഹുൽ മാക്കൂട്ടമായിരുന്നു. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം. കാരണം 20 മണ്ഡലങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലും ഓരോ പ്രധാന നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വം കൊടുത്തിരുന്നു. ആ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല കൊടുത്തിരുന്നു. ആ തെരഞ്ഞെടുപ്പ് വടകര മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുടെ ഉത്തരവാദിത്വം കൊടുത്തിരുന്നത് രാഹുൽ മാക്കൂട്ടത്തിനായിരുന്നു. ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ രാഹുൽ മാക്കൂട്ടത്തിനായിരുന്നു ഉത്തരവാദിത്വം കൊടുത്തിരുന്നത്. ആ വടകരയിലെ ഭൂരിപക്ഷം നമുക്ക് എന്താ പറയുക, നമ്മുടെ ചിന്താഗതികൾക്ക് പോലും അപ്പുറമായി പോയി എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇടതുപക്ഷത്തിൻ്റെ അത്രയും ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, എന്നിട്ട് കൂടി അവിടെ ഷാഫി പറമ്പിലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1,14,506 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഷാഫി പറമ്പിൽ വിജയിക്കുന്നത്. ആ വിജയശില്പിയുടെ പിന്നിൽ ഏറ്റവും കരിങ്കല്ല് പോലെ, പാറക്കല്ല് പോലെ ഉറച്ചു നിന്ന് പ്രവർത്തിച്ചത് ഈ രാഹുൽ മാക്കൂട്ടമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ. ആ ഒരു വ്യക്തി കോൺഗ്രസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുന്നത് വരെ 100% കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് അതിശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ ഈ രീതിയിൽ തേജോവധം ചെയ്യുമ്പോൾ ആ തേജോവധം ചെയ്യാനായിട്ട് രംഗത്ത് വന്ന ആ ഒരു യുവനടി ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ തണലിൽ ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്നും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ തുറന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ കഴിഞ്ഞിട്ട് അവർക്ക് ഈ ലോകത്ത് മറ്റാരും ഇല്ല എന്നുള്ള നിലയിലാണ് അവരുടെ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രതിപക്ഷ നേതാവിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന വ്യക്തി ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ മാത്രം നേതാവല്ല, ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മൊത്തം പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഇന്ത്യൻ പൗരനായി കണ്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, രാഹുൽ മാക്കൂട്ടം എന്ന് കോൺഗ്രസിൻ്റെ ആരും അല്ലെങ്കിൽ പോലും കൂടെ പല നേതാക്കന്മാരുടെയും അതുപോലുള്ള അത്തരം ആരോപണങ്ങൾ നേരിടുന്ന ഇടതുപക്ഷത്തിൻ്റെ പല നേതാക്കന്മാരുടെയും
ആ സ്ഥാനത്തെങ്കിലും കണ്ടുകൊണ്ട് അദ്ദേഹത്തിനോടൊപ്പം നീതിക്ക് വേണ്ടിയിട്ട് ന്യായമായ ഭാഗത്ത് നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഈ യുവനടി കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യിച്ചതിനകത്ത് പ്രതിപക്ഷ നേതാവിന് യാതൊരു റോളും ഇല്ല എന്നുള്ളത് പൊതുസമൂഹം അറിയാൻ വേണ്ടിയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ടും പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.